أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസിൻ്റെ 41ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനോട് നമുക്കൊക്കെ മഹബ്ബത്ത് വർദ്ധിപ്പിച്ച് വിശുദ്ധ ഖുർആൻ അതിൻ്റെ എല്ലാ ഹക്കും അദബും അതിൻ്റെ എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ച് ഒരുപാട് പാരായണം ചെയ്യാൻ, അതുവഴി അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ പൊരുത്തവും വാങ്ങി അള്ളാഹുവിൻ്റെ അഹ്ലുഗാർ എന്ന വിശേഷണത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ് 41ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. പരിശുദ്ധ ഖുർആനിൻ്റെ ആയിരക്കണക്കായ ആളുകൾ കൃത്യമായി പാരായണം നിർവഹിക്കുന്നു, നിയമങ്ങൾ നന്നായി പഠിക്കുന്നു. അതനുസരിച്ച് നേരത്തെ ഓതി വന്നിരുന്ന ഭാഗങ്ങളിലൊക്കെ ആ പഠിച്ച നിയമങ്ങൾ പാലിച്ച് പാരായണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതൊക്കെ വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ ഇത്രയും കാലം നമ്മൾ ഓതിയപ്പോൾ ഇദ്ഗാമും ബിലാ ഗുന്നഹ്, ഇൽഹാർ, ഈ 2 നിയമങ്ങളാണ് വിശദമായിട്ട് നമ്മൾ പഠിച്ചത്. ഇതൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ സൂറത്തു യാസീൻ പാരായണം ചെയ്യുമ്പോൾ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോഴൊക്കെ ഈ നിയമങ്ങളൊക്കെ വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇത്രയും കാലം ഞാൻ ഓതിയിടത്ത് അത്തരം നിയമങ്ങളൊക്കെ ഒരുപാട് ഒഴിവായി പോയല്ലോ എന്ന വിഷമവും സങ്കടവുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു തരട്ടെ. നമ്മളൊക്കെ നേരത്തെ ഖുർആൻ ഓതിയതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സറിഞ്ഞ് അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുകയും ശിഷ്ടകാലം ഇനി വരാനിരിക്കുന്ന സമയം വിശുദ്ധ ഖുർആൻ അതിൻ്റെ എല്ലാ നിയമങ്ങളും നന്നായി പഠിച്ച് പാരായണം ചെയ്യുകയാണ് അതിനുള്ള പരിഹാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വിശുദ്ധ ഖുർആനിൻ്റെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ശിഫയും സലാമത്തും റാഹത്തും നൽകട്ടെ. ഒരുപാട് ആളുകൾ തദ്രീബുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ പലരും കൃത്യമായി ക്ലാസ് കേൾക്കുന്ന സഹോദരി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ വലിയ അസുഖത്തിൻ്റെ ചില സൂചനകളൊക്കെ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും അതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ശിഫ നൽകട്ടെ. സാധുവായ എൻ്റെ മൂത്ത സഹോദരി ഇതുപോലെ ക്യാൻസർ വന്ന് മാരകമായ നിലയിൽ വളരെ പ്രയാസപ്പെട്ട ഒരവസ്ഥയിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫയും സലാമത്തും നൽകട്ടെ. ആമീൻ. നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. രോഗമെന്ന് പറയുന്നത്, അസുഖമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഓർക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള ആളുകൾക്ക് അവരുടെ ഈമാൻ പരീക്ഷിക്കാൻ വേണ്ടി നൽകും. അവിടെ നമ്മൾ സബർ, നമ്മൾ ക്ഷമയും
അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് രോഗം തന്നത് എന്നും അതിൻ്റെ ഈമാൻ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നതും മനസ്സിലാക്കി അതിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു വഴിയായി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് അത് നമുക്ക് ഉപകാരത്തിലും റബ്ബിൻ്റെ അടുക്കലിൽ നിന്ന് പ്രതിഫലാർഹവുമായി മാറുന്നത്. നമ്മളാ കാര്യം എല്ലാവരും ആലോചിക്കണം. ഇതിനർത്ഥം രോഗം വന്നാൽ ചികിത്സിക്കേണ്ട എന്നല്ല, രോഗം വന്നാൽ ചികിത്സിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ചികിത്സ നമ്മൾ തേടുകയും അതോടൊപ്പം റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മാരകമായ അസുഖങ്ങളെ തൊട്ട് നമ്മയും ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ ഗുരുതരമായ മാരകമായ പ്രയാസപ്പെടുന്ന എല്ലാ അസുഖങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കട്ടെ. രോഗികൾക്കൊക്കെ അള്ളാഹു ശിഫ കൊടുക്കട്ടെ, സലാമത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നിങ്ങളുടെ ദുആയിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, നമ്മൾ ഇപ്പോൾ സൂറത്തു അൻ-നിസാ ആണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 99-ാമത്തെ ആയത്ത് വരെ ഓതി. ഇന്ന് 100-ാമത്തെ ആയത്ത് മുതലാണ് സൂറത്തു നിസായിൽ നമ്മൾ തുടങ്ങുന്നത്. നമുക്ക് തുടങ്ങാം, തുടങ്ങാം. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും പറയുന്നത് പോലെ ശ്രദ്ധിച്ച് കേൾക്കുകയും കൂടെ ഓതാൻ വേണ്ടി പറയുന്ന ആയത്തുകളും അല്ലാത്തതുമൊക്കെ കൂടെ ഓതിയും നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ചും കൊണ്ട് ഒരുമിച്ച് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما. وإذا ضربتم في الأرض فليس عليكم جناح أن تقصروا من الصلاة فليس عليكم جناح أن تقصروا من الصلاة إن خفتم أن يفتنكم الذين كفروا إن الكافرين كانوا لكم عدوا مبينا. രണ്ട് ആയത്തുകൾ നമ്മൾ ഓതിയല്ലോ. ഓക്കേ, ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة ومن يهاجر റായിനെ തർക്കീഖ് ചെയ്തുകൊണ്ട് യുഹാജിർ ഫീ സബീലില്ലാഹി യജിദ് ഫിൽ അർളി. യജിദ് അവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ എജിദ് എന്ന് എന്ത് എന്ന് മലയാളത്തിൽ നമ്മൾ പറയില്ലേ, അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഫീ സബീലില്ലാഹി എജിദ് ഉണ്ടോ? എജിദ് നോ, യജിദ് يجد في الأرض مراغما كثيرا وسعة مراغما. أوكي. ومن يخرج من بيته مهاجرا إلى الله ورسوله ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله. أوكي. فقد وقع أجره وكان الله غفورا رحيما. ഈ ആയത്തിൽ നമ്മൾ പുതിയൊരു നിയമം പഠിക്കാൻ തുടങ്ങുകയാണ്. എന്താണത്? നിങ്ങളിവിടെ നോക്കിയേ മിൻ ബൈതിഹി അല്ലേ, മിൻ ബൈതിഹി. ശരിക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇനി ഇങ്ങോട്ട് നോക്കി.
സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷം ഹൽക്കിൻ്റെ ഹർഫുകൾ 6 എണ്ണമാണ്. അവ വന്നാൽ ഇൽഹാർ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. സാക്കിനായ നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷം ലാം റോ ഈ രണ്ടിൽ നിന്ന് ഒന്ന് വന്നാൽ ഇദ്ഗാമും ബിലാ ഗുന്നഹ് ചെയ്യണമെന്നും നമ്മൾ പഠിച്ചല്ലോ. ഇനി ഇതൊന്ന് നോക്കിയേ. സാക്കിനായ നൂനിന് ശേഷം ബ വന്ന ഒരു സ്ഥലമാണിത്. മിൻ ബൈത്തിഹി. ഇവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, മിൻ സാക്കിനായ നൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫത്ഹോ കസ്റോ ദമ്മോ ഇല്ലാത്ത നൂൻ. ഇവിടെ മിൻ എന്ന് എഴുതിയതിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ മീം കണ്ണില്ലേ? നിങ്ങൾ മീം കാണുന്നില്ലേ അല്ലേ? എങ്ങനെയാണ് ആ മീം? വിരൽ കൊണ്ട് ഒന്ന് എഴുതിക്കുക. എല്ലാവരും ഇവിടെ നിന്ന് എഴുതിക്കുക. മീം അടിയിലേക്ക് അല്ലേ? എങ്ങനെ? യെസ്, ഇങ്ങനെ ഒരു ചെറിയ മീം ഉണ്ട്, എഴുത്തി കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നാൽ, അതുപോലെ തൻവീനിന് ശേഷം ബ വന്നാൽ ഇങ്ങനെ ഒരു മീം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ മുസ്ഹഫിൽ എഴുതി കൊടുക്കാറുണ്ട്. എന്തിനാണത്? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നോക്കിയേ, സുക്കൂനുള്ള നൂനിന് ശേഷം ബ ആണ് ഇവിടെ കാണുന്നത്. ബ അല്ലേ? മിൻ ബൈത്തിഹി എന്നാണ് ഉള്ളത്. മിൻ ബൈത്തിഹി. നൂനിന് ശേഷം, സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നാലേ, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട്. സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നാൽ ആ നൂനിന് എന്ത് ചെയ്യുമെന്ന് അറിയോ നിങ്ങൾ? മീമാക്കും, എന്നിട്ട് മണിച്ച് ഓതും. മനസ്സിലായില്ല? തൻവീൻ എന്ന് പറഞ്ഞാൽ അതൊരു നൂനാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മറന്നുപോകരുത്. ഓക്കെ, സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബ വന്നാൽ, ബ അലിഫ് ബ എന്ന് പറഞ്ഞ ബ അല്ലേ? ആ ബ വന്നാൽ ആ നൂനിനെയും തൻവീനാകുന്ന നൂനിനെയും എന്ത് ചെയ്യും? മീമാക്കും, എന്നിട്ട് മണിച്ച് ഓതും. നിങ്ങൾ നോക്കിയേ, മിൻ ബൈത്തിഹി എന്നാണ് എഴുതിയതെങ്കിലും ഓത്തിൽ ഇങ്ങനെ ഉണ്ടാവുക. നോക്കിയേ, ഇങ്ങനെയാണത് വായിക്കുക. മിൻ ബൈത്തിഹി എന്ന് നൂനോടുകൂടെ എഴുതിയാലും മിം ബൈത്തിഹി എന്നാണ് അത് വായിക്കുക. എങ്ങനെ? സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നാൽ വായനയിൽ നൂനല്ല മീമാകുന്നു. ഒന്നുകൂടെ പറയാം. സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നാൽ വായനയിൽ നൂനല്ല മീമാകുന്നു, മണിച്ചുകൊണ്ടുമാവണം. അവ മിൻ ബൈത്തിഹി എന്നുള്ളിടത്ത് മിം ബൈത്തിഹി എന്ന് പറയണം. നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതാണ് ഇവിടെ സ്ക്രീനിൽ വലുതായി കാണിക്കുന്നത്. എഴുതിയത് എന്താ? മിൻ ബൈത്തിഹി. പറയുന്നത് എന്താ? മിം ബൈത്തിഹി. ഓക്കെ, ഇത് ഒരു നിർബന്ധമായ നിയമമാണ്. ഇങ്ങനെ തന്നെ വായിക്കാൻ പറ്റുള്ളൂ. ബ സാക്കിനായ നൂനിൻ്റെയോ തെൻവീൻ്റെയോ ശേഷം വന്നു എന്നുള്ളതാണ് കാരണം. ഇനി തെൻവീനിന് ശേഷം വന്നത് നോക്കിയേ നിങ്ങളെ, സമീഉൻ ബസീർ അല്ലേ? സമീഉൻ ബസീർ. സമീഉൻ എന്ന് പറഞ്ഞ ഐനിന് തെൻവീൻ ദമ്മ് വന്നു. സമീഉൻ. പിന്നെ വന്ന അക്ഷരം ഏതാണ്? തെൻവീന് ശേഷം ബ ആണ്. ബ വന്നതുകൊണ്ട് ഇങ്ങനെ വായിക്കണം, സമീഉൻ ബസീർ. അല്ലാതെ സമീഉൻ ബസീർ വായിക്കാൻ പറ്റൂല. സമീഉൻ ബസീർ പോരാ, സമീഉൻ ബസീർ. സുക്കൂനുള്ള നൂനിന് ശേഷം അല്ലെങ്കിൽ തൻവീനിന് ശേഷം ബ വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. എങ്ങനെ ചെയ്തത്? ആ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മീമാക്കി മണിച്ച് ഓതിയത്. 1-2 ഉദാഹരണങ്ങൾ കൂടെ നമുക്ക് സ്ക്രീനിൽ കാണാം. നോക്കിയേ, അൻ ബൂരിക്ക. അൻ ബൂരിക്ക. അൻ സുക്കൂനുള്ള നൂൻ ശേഷം ബൂരിക്ക.
അംബൂരിക്ക. എങ്ങനെ? അംബൂരിക്ക. അംബൂരിക്ക. എഴുത്തെന്താ? അൻബു. വായന എങ്ങനെയാ? അംബു. ഓക്കെ. ഇനി വേറെ നോക്കി. ഹിക്മത്തുൻ ബാലിഗത്തുൻ. ഹിക്മത്തുൻ ബാലിഗത്തുൻ. ഹിക്മത്തുൻ എന്ന താഇന് തൻവീൻ ലം അല്ലേ? ശേഷം ബാലിഗത്തുൻ എന്നുള്ള ബ. അപ്പോൾ ഹിക്മത്തുൻ ബാലിഗ. ഓക്കെ. ഹിക്മത്തുൻ ബാലിഗ. ഇങ്ങനെ സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ബ വന്നാൽ ആ നൂനിനെയും തെൻവീനിനെയും മീമാക്കണം, മണിക്കുകയും വേണം. അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പോൾ നൂനിനെയും തെൻവീനിനെയും മീമാക്കുകയാണ് വേണ്ടത്. മീമാക്കി മണിച്ച് ഓതുകയാണ് വേണ്ടത്. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യണം എന്നറിയിക്കാനാണ് ഈ പ്രിൻ്റിൽ ചെറിയൊരു മീം എഴുതി കൊടുത്തത്. മനസ്സിലായോ? നൂനിനെയും തെൻവീനിനെയും ഇതാ ഈ മീം ആക്കുകയാണ് വേണ്ടത്. അത് അറിയിക്കാനാണ് അവിടെ ചെറിയൊരു മീം കൊടുത്തത്. ഇങ്ങനെ ചെയ്യുന്നതിന് സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ബ വന്നാൽ ആ നൂനിനെയും തെൻവീനിനെയും മീമാക്കണം. അതിന് ചെറിയ മീം കൊടുത്തു അവിടെ. ഈ പരിപാടിക്കാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു അർത്ഥം ചേഞ്ച് ചെയ്യുക, മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഇവിടെ മാറ്റം വരുത്തിയത് ഏതാ? നൂനിനെയും തെൻവീനിനെയും മീമാക്കി മാറ്റി. മനസ്സിലായോ? ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടോളൂ. ഇഖ്ലാബ് എന്തെന്നറിയില്ലേ, ഇതിനുള്ളത് ബ എന്നല്ലേ, നൂനും തൻവീനിൻ പിറകെ ബ വന്നാലവ മീമാവില്ലേ. ആയില്ലേ? ഇപ്പോൾ ആയി. സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ബ വന്നാൽ ആ നൂനിനെയോ തെൻവീനിനെയോ എന്താക്കണം? മീമാക്കണം, മണിക്കുകയും വേണം. ഇതിന് ഇഖ്ലാബ് എന്ന് പറയുന്നു. ഇഖ്ലാബ് വരുന്ന സ്ഥലങ്ങളിൽ ഈ കുഞ്ഞി മീം, ചെറിയ മീം എഴുതി കൊടുക്കുന്നു നമ്മുടെ ഈ പ്രിൻ്റിൽ സൗകര്യത്തിന് വേണ്ടി. ഇനി മുതൽ നമ്മൾ ഇഖ്ലാബ് വേഗം കാണും. ചെറിയ മീം, ആ മീമിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം. നോക്കി, അടിയിലേക്ക് ഇങ്ങനെ വാല് തൂക്കിയിട്ട മീമാ അല്ലേ? ചെറിയ മീം വേറെയും ചില സ്ഥലങ്ങളിലൊക്കെ കാണും. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കാണിച്ചത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇന്ന് ഓതിയ ഒന്നാമത്തെ ആയത്തിൽ ഇഖ്ലാബുണ്ട്, മിൻ ബൈത്തിഹി. ഓക്കെ. അപ്പോൾ ഇഖ്ലാബ് നമ്മൾ പഠിച്ചു. മുസ്ഹഫിൽ ഇനി നമ്മൾ ഓതുമ്പോൾ സാക്കിനായ നൂനിൻ്റെയോ തെൻവീൻ്റെയോ ശേഷം ബാ വന്നാൽ ഇഖ്ലാബ് ചെയ്തുകൊണ്ട് മാത്രമേ ഓതാവൂ. ഓക്കെ. ഇനി അടുത്തത് നോക്കി. وإذا ضربتم في الأرض فليس عليكم جناح أن تقصروا من الصلاة. فليس عليكم جناح أن تقصروا من الصلاة إن خفتم أن يفتنكم الذين كفروا إن الكافرين كانوا لكم عدوا مبينا. ഇനി ബാക്കി കുറച്ച്. وإذا كنت فيهم فأقمت لهم الصلاة فلتقم طائفة منهم معك وليأخذوا أسلحتهم فإذا سجدوا فليكونوا من ورائكم ولتأت طائفة أخرى لم يصلوا فليصلوا معك وليأخذوا حذرهم وأسلحتهم
وَدَّ الَّذِينَ كَفَرُوا لَوْ تَغْفُلُونَ عَنْ أَسْلِحَتِكُمْ وَأَمْتِعَتِكُمْ فَيَمِيلُونَ عَلَيْكُمْ مَيْلَةً وَاحِدَةً وَلَا جُنَاحَ عَلَيْكُمْ إِنْ كَانَ بِكُمْ أَذًى مِّن مَّطَرٍ أَوْ كُنتُم مَّرْضَىٰ أَن تَضَعُوا أَسْلِحَتَكُمْ وَخُذُوا حِذْرَكُمْ إِنَّ اللَّهَ أَعَدَّ لِلْكَافِرِينَ عَذَابًا مُهِينًا. ഓക്കെ. وَإِذَا كُنْتَ فِيهِمْ كُنْتَ സുക്കൂനുള്ള നൂന് ശേഷം ത ആണ്. നമ്മൾ പഠിച്ച നിയമമല്ല, അതായത് പലർക്കും ഓർമ്മ ഉണ്ടാവും ഇഖ്ഫ എന്നാണ് ആ നിയമത്തിൻ്റെ പേര് എന്നൊക്കെ. പക്ഷെ നമ്മളിവിടെ വിശദീകരിച്ചില്ല. നമ്മളിവിടെ ഇദ്ഹാർ, ഇദ്ഗാമും ബിലാ ഗുന്ന, പിന്നെ ഇഖ്ലാബ് ഇത്രയേ വിശദീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട് പറയും ഇൻഷാ അല്ലാഹ്. فَأَقَمْتَ لَهُمُ الصَّلَاةَ فَلْتَقُمْ طَائِفَةٌ അങ്ങനെ فَلْتَقُمْ طَائِفَةٌ مِّنْهُمْ مَعَكَ وَلْيَأْخُذُوا أَسْلِحَتَهُمْ. ശരിക്കും ശ്രദ്ധിക്കണം ഈ ഭാഗം കേട്ടോ. فَإِذَا سَجَدُوا فَلْيَكُونُوا مِنْ وَرَائِكُمْ فَإِذَا سَجَدُوا فَلْيَكُونُوا مِنْ وَرَائِكُمْ وَلْتَأْتِ طَائِفَةٌ أُخْرَى لَمْ يُصَلُّوا فَلْيُصَلُّوا مَعَكَ ശരിക്കും ശ്രദ്ധിക്കണേ. وَلْيَأْخُذُوا حِذْرَهُمْ وَأَسْلِحَتَهُمْ. പിന്നെയോ وَدَّ الَّذِينَ كَفَرُوا لَوْ تَغْفُلُونَ عَنْ أَسْلِحَتِكُمْ وَدَّ الَّذِينَ كَفَرُوا لَوْ تَغْفُلُونَ عَنْ أَسْلِحَتِكُمْ وَأَمْتِعَتِكُمْ عَنْ أَسْلِحَتِكُمْ وَأَمْتِعَتِكُمْ. ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ അൻ അസ്ലിഹത്തിക്കും എന്നുള്ളിടത്തൊക്കെ അൻ അസ്ലിഹത്തിക്കും ആവും. അന്നസ് എന്താവും? അൻ അസ്ലിഹത്തി. നോ അൻ അസ്ലിഹത്തിക്കും ഹംസയൊന്നും പോകാൻ പാടില്ല. വ അംതിഅതിക്കും അവിടെയുണ്ട്. അൻ അസ്ലിഹത്തിക്കും കഴിഞ്ഞ് വ അംതിഅതിക്കും فَيَمِيلُونَ عَلَيْكُمْ مَيْلَةً وَاحِدَةً وَلَا جُنَاحَ عَلَيْكُمْ إِنْ كَانَ بِكُمْ أَذًى. അവിടെ ഇൻ കാന ബിക്കും അദം മിൻ മത്തർ, ബിക്കും മദൻ കുമ്മത് അല്ല, ബിക്കും അദൻ എന്നതിൽ അ പോകാൻ പാടില്ല. മിൻ മത്തറിൻ ഔ കുൻതും മർദാ അൻ തദഉ അസ്ലിഹതകും. നേരത്തെ ഒരു അൻ അസ്ലിഹത്തിക്കും ത എന്ന് കസ്റോട് കൂടെ ഉണ്ട്. ഇവിടെ അസ്ലിഹതക്കും എന്നാണുള്ളത്. വഖുദു ഹിദ്റക്കും ഇന്നല്ലാഹ അഅദ്ദ ലിൽ കാഫിരീന അദാബൻ മുഹീന. ബാക്കി فَإِذَا قَضَيْتُمُ الصَّلَاةَ فَاذْكُرُوا اللَّهَ قِيَامًا وَقُعُودًا وَعَلَى جُنُوبِكُمْ فَإِذَا اطْمَأْنَنْتُمْ فَأَقِيمُوا الصَّلَاةَ إِنَّ الصَّلَاةَ كَانَتْ عَلَى الْمُؤْمِنِينَ كِتَابًا مَوْقُوتًا ولا تهنوا في ابتغاء القوم إن تكونوا تألمون فإنهم يألمون كما تألمون وترجون من الله ما لا يرجون وكان الله عليما حكيما.
إنا أنزلنا إليك الكتاب بالحق لتحكم بين الناس بما أراك الله ولا تكن للخائنين خصيما واستغفر الله إن الله كان غفورا رحيما اللهم اغفر لنا وارحمنا اللهم اغفر لنا وارحمنا اللهم اغفر لنا وارحمنا. ഓക്കേ, فإذا قضيتم الصلاة فاذكروا الله قياما وقعودا وعلى جنوبكم. അത് നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി ഒന്ന് ഒപ്പം ഓതണം. فإذا قضيتم الصلاة فاذكروا الله قياما وقعودا وعلى جنوبكم. അടുത്തത് എങ്ങനെ ഓതണം? എങ്ങനെയാ നോക്കിയേ. فإذا طمأننتم. എങ്ങനെ എല്ലാവരും തായാകാൻ പാടില്ല കേട്ടോ. അതുപോലെ ഇഖ്ഫാ പോകാൻ പാടില്ല. فإذا طمأننتم فأقيموا الصلاة. നിർത്തുമ്പോൾ ഹായിൽ രണ്ട് തരത്തിൽ രണ്ട് തരത്തിൽ താ വരും. അത് ഹാത്താബാത്ത ആയി വരും. ഹാത്തായിൽ നിർത്തുമ്പോൾ തായിൻ സ്വരം ഒരു ഹാ ആയി മാറി വരും. ഇന്ന الصلاة كانت على المؤمنين كتابا موقوتا. നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് കൃത്യമായി സമയം നിശ്ചയിക്കപ്പെട്ട ഒരു ഇബാദത്താണ്. അത് ആ സമയത്തിനുള്ളിൽ തന്നെ നിർവഹിക്കണം, കൃത്യമായി നിർവഹിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്. വലാ തഹിനു ഫി ഇബ്തിഗാഇൽ ഖൗം. വലാ തഹിനു ഹ അല്ലട്ടാ, വലാ തഹിനു ഫി ഇബ്തിഗാഇൽ ഖൗം ഫഇന്നഹും യഅലമൂന കമാ തഅലമൂന وترجون من الله ما لا يرجون وكان الله عليما حكيما. إنا أنزلنا إليك الكتاب بالحق. إنا أنزلنا مدم شدم إخفاء لتحكم بين الناس بما أراك الله ولا تكن للخائنين. إدغام بلا غنة വന്നു. നേരത്തെയും വന്നിട്ടുണ്ട്. ഇഖ്ലാബ് എന്തായില്ല വന്നോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇഖ്ലാബ് നമ്മൾ ഇന്ന് പഠിച്ചു പോന്നു. അപ്പോൾ ഒരു ഇഖ്ലാബ് കണ്ടു, ശേഷം ഇഖ്ലാബ് കണ്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം, കാണുമോ? ولا تكن للخائنين خصيما واستغفر الله. എങ്ങനെയാ? അവിടെയൊക്കെ നിർത്തുമ്പോൾ ശരിക്കും വേണം. വസ്തഗ്ഫിരില്ലാഹ്. ഇന്നല്ലാഹ കാന ഗഫൂറൻ റഹീമാ. കുറച്ചുകൂടെ. ولا تجادل عن الذين يختانون أنفسهم إن الله لا يحب من كان خوانا أثيما يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيطا. ها أنتم هؤلاء جادلتم عنهم في الحياة الدنيا فمن يجادل الله عنهم يوم القيامة أم من يكون عليهم وكيلا ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله
ثم يستغفر الله يجد الله غفورا رحيما. Okay. ولا تجادل عن الذين يختانون أنفسهم. ولا تجادل عن الذين يختانون أنفسهم إن الله لا يحب من كان خوانا أثيما. يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيطا. وكان الله بما يعملون محيطا. അടുത്ത നോക്കിയേ, ഹാ അൻതും മദ്ദും ഇഖ്ഫാഉം ഹൗലാഇ മദ്ദിൽ ഒഴിവാകരുത്. ജാദൽതും അൻഹും ഫിൽ ഹയാത്തി ദുനിയ فمن يجادل الله عنهم يوم القيامة أم من يكون عليهم وكيلا. ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله രണ്ടിടത്തും കേട്ടോ ഗഫൂർ റഹീമ. ബാക്കി നോക്കിയാൽ കുറച്ചും കൂടെ. ومن يكسب إثما فإنما يكسبه على نفسه وكان الله عليما حكيما. ومن يكسب خطيئة أو إثما ثم يرم به بريئا فقد احتمل بهتانا وإثما مبينا. ولولا فضل الله عليك ورحمته لهمت طائفة منهم أن يضلوك وما يضلون إلا أنفسهم وما يضرونك من شيء وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. صدق الله العظيم. Okay. ومن يكسب إثما فإنما يكسبه على نفسه وكان الله عليما حكيما. ومن يكسب خطيئة أو إثما ثم يرم به بريئا فقد احتمل بهتانا وإثما مبينا. ولولا فضل الله عليك فضل ضادane അടുത്തത് അല്ലാഹു ലാമുകളാണ്. ولولا فضل الله عليك ورحمته okay. لهمت طائفة ലഹമ്മത്ത് طائفة ആണുള്ളത്. ചേർത്തി ഓതുമ്പോൾ ഇദ്ഗാം ചെയ്യും. ലഹമ്മത്ത് طائفة എല്ലാവരും ഒന്ന് ഉറക്കോ ചോദിക്കേ. യെസ്. لهمت طائفة منهم أن يضلوك وما يضلون إلا أنفسهم وما يضرونك من شيء وأنزل الله عليك الكتاب والحكمة وأنزل الله وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. وكان
ഫദ്ലുല്ലാഹി അലൈക അളീമ സദഖല്ലാഹുൽ അളീം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ഖിദ്മകളൊക്കെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ആയിരക്കണക്കായ ആളുകളാണ് തദ്രീബിലൂടെ ഖുർആൻ കേൾക്കുന്നത്, പഠിക്കുന്നത്, എഴുതുന്നത്, ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അല്ലാഹുവേ, എല്ലാവർക്കും അവരുടെ കുടുംബത്തിനും നീ ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ എല്ലാ അർത്ഥത്തിലുമുള്ള ഉയർച്ചയും വളർച്ചയും പുരോഗതിയും നീ നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളെയൊക്കെ നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണേ അല്ലാഹ്, ദില്ലത്തിലാക്കല്ലേ അല്ലാഹ്. പഠിച്ചവനെ, ഒരുപാട് രോഗികളുണ്ട് അല്ലാഹുവേ. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന രോഗികളുണ്ട് പഠിച്ചവനെ. അല്ലാഹുവേ, ആ രോഗികൾക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ, വീടില്ലാത്തവരുണ്ട്, റാഹത്തുള്ള വീട് നൽകണേ അല്ലാഹ്. ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, സന്തോഷവും റാഹത്തും സമാധാനവുമുള്ള വീട് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. സാലിഹായ ഭർത്താക്കന്മാരെ നൽകണേ അല്ലാഹ്. സാലിഹത്തുകളായ ഭാര്യമാരെ നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഖൈറിൻ്റെയും വാതിലുകൾ നീ തുറന്നു തരണേ അല്ലാഹ്. പഠിച്ചവനെ, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് അല്ലാഹുവേ, നിനക്കറിയാമല്ലോ. എല്ലാവർക്കും നീ ഖൈറായ എല്ലാ ഹലാലായ ഉദ്ദേശ്യങ്ങളും പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. എല്ലാവിധ സന്തോഷങ്ങളും ഖബറിൽ വെച്ച് തന്നെ നൽകുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പഠിച്ചവനെ, അവരെയും ഞങ്ങളെയും നീ സ്വർഗലോകത്ത് സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله.